പി.വി. അൻവറിനോടുള്ള സമീപനത്തെ ചൊല്ലി യു.ഡി.എഫിലും കോൺഗ്രസിലും ഭിന്നത. പി.വി. അൻവറിന്റെ സമരരീതിയോട് യോജിപ്പില്ലെന്ന് യു.ഡി.എഫ് കൺവീനർ എം ഹസൻ പറഞ്ഞു. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനം വരുന്ന യു.ഡി.എഫ് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. DMK എന്നൊരു പാർട്ടി ഉണ്ടാക്കി പാർട്ടി പൊളിയാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ എങ്ങനെയെങ്കിലും യു.ഡി.എഫിൽ കയറിക്കൂടുക എന്നതാണ് പി.വി. അൻവറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അക്രമസമരം. അൻവറിനെ യു.ഡി.എഫിൽ എടുത്താൽ നിലമ്പൂർ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടും. പകരം മലപ്പുറം ജില്ലയിൽ ലീഗ് കോൺഗ്രസിന് മറ്റൊരു സീറ്റ് നൽകില്ല. ഈ സാഹചര്യത്തിലാണ് പി.വി. അൻവറിന്റെ അക്രമസമരത്തെ യു.ഡി.എഫ് കൺവീനർ എം ഹസൻ തള്ളിപ്പറഞ്ഞത്. പി.വി. അൻവർ ചെയ്ത സമര രീതിയോട് ഞാൻ പ്രത്യേകിച്ച് പ്രതികരിക്കുന്നില്ല. കാരണം ഇന്നലെ ഒരു അവധി ദിവസമാണ്. അവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ പോയി അത് അടിച്ചു തകർത്തു. ആ ആക്രമത്തെ ഞാൻ ന്യായീകരിക്കുന്നത്. പി.വി. അൻവറിനെ യു.ഡി.എഫിൽ എടുക്കണമെന്ന നിലപാടാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും ഉള്ളത്. എന്നാൽ വി.ഡി. സതീശൻ ശക്തമായി എതിർക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല. അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം. പി.വി. അൻവറിനെ യു.ഡി.എഫിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരും ദിവസങ്ങളിൽ യു.ഡി.എഫിൽ പുകയും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.